ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡ് കവർ ചെയ്തിട്ട് വേണം നമ്മുടെ വീട്ടിലോട്ട് എത്താനായിട്ട്. അപ്പോൾ അവിടെയുള്ള വെള്ളക്കെട്ടാണ് കേട്ടോ. അവിടെ വലിയൊരു കനാലുണ്ടായിരുന്നു. ആ കനാൽ പിന്നെ ഈ കാണുന്നത് റോഡാണ്. അപ്പോൾ ഒരാളുടെ ഒരു പകുതിയോളം വെള്ളം ഇവിടെ പൊന്തിയിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ വീട് വരുന്നത്. ആ സൈഡിലോട്ട് ആർക്കും കടക്കാൻ പറ്റത്തില്ല. രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് റോഡാണ്. അപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ റിട്ടേൺ വന്ന വഴി തന്നെ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റോഡും അതുപോലെ ഈ ഒരു തോടൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. മാക്സിമം നമ്മൾ ഇതുപോലെയുള്ള വെള്ളക്കെട്ടുകളൊക്കെ വരുമ്പോൾ ഇതിലോട്ട് ഇറങ്ങി നടക്കാതെ വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബാക്ടീരിയ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എലിപ്പനി അതുപോലെ എന്തെങ്കിലുമൊക്കെ അസുഖം വരാനുള്ള പ്രത്യേകം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്ത ഫോട്ടോസ്. ഇതാണ് ആ റോഡും തോടും. ഇപ്പോൾ ഇത് രണ്ടെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആ ഒരു ഏരിയയിലാണ് വെള്ളം മൊത്തമുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കണ്ടും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പറമ്പിന് ഈ ഒരു മതിൽ കണ്ടില്ലേ, ഈ മതിൽ നമ്മൾ 2018 പ്രളയം ഉണ്ടായ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ പറമ്പിലെ മതിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഈ പറമ്പിലൊക്കെ ഈ മതിൽ കെട്ടിയത്. അപ്പോൾ ഈ മതിൽ കെട്ടിയതിന് ശേഷം ഇപ്പോൾ ഇത്രയും വെള്ളമാണ്, ആ ഒരു കുറച്ച് വെള്ളം കയറിയിട്ടുള്ളൂ. മതിലില്ലായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറിയാൻ. ഇപ്പോൾ ആ മതിലിൻ്റെ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ കനാൽ നിറഞ്ഞിങ്ങനെ പോകുന്ന കാരണം കൊണ്ട് നമുക്കിവിടെ പീച്ചി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ ഇന്ന് കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ കണ്ട് ഇങ്ങനെ തിരിച്ചൊക്കെ പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു മതിലുള്ള കാരണം ഈ മതിലും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു മതിൽ ഇവിടെ പണിത കാരണം കൊണ്ടാണ് ഈ വെള്ളം ആ പറമ്പിലോട്ട് കയറി നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് വരാത്തത്. ഇതുപോലെയുള്ള സമയങ്ങളിൽ പനിക്കുറുക്കയുടെയും തുളസിയുടെയും ഇലയുണ്ടെങ്കിൽ അത് രണ്ടും പൊട്ടിച്ച് കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം കുട്ടികളൊക്കെ കുളിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ തിളപ്പിച്ച് പച്ചവെള്ളത്തിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കുട്ടികളൊക്കെ കുളിപ്പിക്കുമ്പോൾ അത് നല്ല ഹെൽത്തിനും സ്കിന്നിനൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു മതിൽ പണിത കാരണം കൊണ്ടാണ് ഈ പറമ്പിലോട്ട് അധികം വെള്ളം കയറാത്തത്. അപ്പോൾ അവിടെ ഒരു ഗ്രില്ലിൻ്റെ ഒരു മതിലുണ്ട്. അതിൽ കൂടെ കയറി വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ പറമ്പിലോട്ടൊക്കെ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴേക്കും. പക്ഷേ ഇന്നിപ്പോൾ ആ പീച്ചി ഡാമിലെ വെള്ളം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കര കവിഞ്ഞൊഴുകി എല്ലാ വീടുകളിലേക്കൊക്കെ കയറി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, താങ്ക് യു.